ശബരിമലയിലെ കൊടിമര പുനർനിർമ്മാണത്തിലെ ക്രമക്കേട് അന്വേഷിക്കാനുള്ള വിജിലൻസ് സംഘത്തെ ഇന്ന് നിശ്ചയിക്കും. ഒരു എസ്.പിയുടെ നേതൃത്വത്തിലുള്ള സംഘമായിരിക്കും അന്വേഷിക്കുക. വിജിലൻസ് മേധാവിയുടെ മേൽനോട്ടത്തിലാകും അന്വേഷണം. 2017 കൊടിമര പുനർനിർമ്മാണത്തിന് ശേഖരിച്ച സ്വർണത്തിന്റെ കാര്യത്തിലെ ക്രമക്കേട് അന്വേഷിക്കണമെന്ന് ഹൈക്കോടതി ഇന്നലെ വിജിലൻസിന് നിർദ്ദേശം നൽകിയിരുന്നു. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ 3 പേരെ കൂടി പ്രതി ചേർക്കുമെന്ന് പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയെ അറിയിച്ചതാണിത്. കേസിലെ സ്വർണ്ണപ്പാളികളുടെ സാമ്പിളുകൾ വീണ്ടും ശേഖരിച്ച് പരിശോധന നടത്താനും ഹൈക്കോടതി ഉത്തരവിട്ടു. ശബരിമലയിലെ ദ്വാരപാലക പാളി മോഷണവുമായി ബന്ധപ്പെട്ട് 2 പേരെയും കട്ടിളപ്പാളി കേസിൽ ഒരാളെയുമാണ് പ്രതി ചേർക്കുന്നത്. 4 പേരുടെ പങ്കാളിത്തം സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തിയ SIT ഇതിൽ 3 പേരുടെ പങ്കാളിത്തം സ്ഥിരീകരിച്ചതായി കോടതിയെ ധരിപ്പിച്ചു. VSSയിൽ നടത്തിയ പ്രാഥമിക പരിശോധനയിലെ ആശയക്കുഴപ്പങ്ങളെ തുടർന്നാണ് സാമ്പിളുകൾ മറ്റൊരു ഏജൻസിയെ കൊണ്ട് വീണ്ടും പരിശോധിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയത്. സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളികൾ മൊത്തമായി മാറ്റി പുതിയവ സ്ഥാപിച്ചതാണോ? നിലവിൽ പാളികളിൽ എത്രമാത്രം സ്വർണമുണ്ട്? പാളികൾക്ക് മാറ്റം സംഭവിച്ചിട്ടുണ്ടോ? എന്നിവയാണ് പുതിയ പരിശോധനയുടെ പ്രധാന ലക്ഷ്യം. 1998 UB ഗ്രൂപ്പ് മെർക്കുറി ഉപയോഗിച്ചാണ് ശ്രീകോവിലിലെ കട്ടിളപ്പാളി സ്വർണം പൂശിയത്. എന്നാൽ ചില പാളികളിൽ മെർക്കുറിയുടെ അംശം തീരെ കാണുന്നില്ലെന്ന് മുൻ പരിശോധനാ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചത് ആശയക്കുഴപ്പങ്ങൾക്ക് വഴിവെച്ച സാഹചര്യത്തിലാണ് SIT വീണ്ടും പരിശോധന ആവശ്യപ്പെട്ടത്. അടുത്തയാഴ്ച മാസപൂജകൾക്കായി നട തുറക്കുമ്പോൾ സാമ്പിളുകൾ ശേഖരിക്കാനാണ് തീരുമാനം. കേസിന്റെ വാദം അടച്ചിട്ട മുറിയിലാണ് നടന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കോടതി ചില നിർദ്ദേശങ്ങൾ നൽകുകയും ചില സാക്ഷികളെ വിസ്തരിക്കുകയും ചെയ്തു. ശബരിമലയിലെ കൊടിമരത്തിന്റെ കാര്യത്തിലും പ്രത്യേക അന്വേഷണം നടത്താൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ശബരിമല സന്നിധാനത്ത് നടന്ന സ്വർണ്ണക്കൊള്ളയിൽ നിർണായക വഴിത്തിരിവാണ് ഇന്നലെ ഉണ്ടായത്. സന്നിധാനത്തെ ദ്വാരപാലക പാളികളിലും കട്ടിളപ്പാളികളിലും സ്വർണ്ണക്കൊള്ള നടന്നതായി ഹൈക്കോടതി പറഞ്ഞു. ഇതുവരെ നടന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണത്തിലാണ് സ്വർണം നഷ്ടപ്പെട്ടതായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. സന്നിധാനത്തെ പാളികളിൽ നിന്ന് മുൻപുണ്ടായിരുന്ന സ്വർണ്ണ പ്ലേറ്റുകൾ കൊള്ളയടിക്കപ്പെട്ടുവെന്നും പകരം സ്വർണം വളരെ നേർത്ത രീതിയിൽ പൂശിയ ഡ്യൂപ്ലിക്കേറ്റ് പാളികളാണ് ഇപ്പോൾ ഉള്ളതെന്നും ശാസ്ത്രീയ പരിശോധനയിൽ വ്യക്തമായിട്ടുണ്ട്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് 3 പേരുടെ പങ്കാളിത്തം വ്യക്തമായതായി കോടതി പറയുകയും ചെയ്തു. ദ്വാരപാലക പാളി കേസിൽ 2 പേരെയും കട്ടിളപ്പാളി കേസിൽ ഒരാളെയും പ്രതി ചേർത്തു. എന്തായാലും അതിനെല്ലാം പിന്നാലെയാണ് ഇപ്പോൾ പുനർനിർമ്മാണത്തിലെ ക്രമക്കേട് അന്വേഷിക്കാനുള്ള വിജിലൻസ് സംഘത്തെ ഇന്ന് നിശ്ചയിക്കാനിരിക്കുന്നത്. ഒരു SPയുടെ നേതൃത്വത്തിലുള്ള സംഘമായിരിക്കും ഇത് അന്വേഷിക്കുക. വിജിലൻസ് മേധാവിയുടെ മേൽനോട്ടത്തിൽ ഈ അന്വേഷണം നടക്കുകയും ചെയ്യും.